ഭൗമസൂചികയിൽ ഇടം പിടിച്ച ഒരു സ്ഥലം, നെയ്ത്ത് പാരമ്പര്യമുള്ള ഒരു ഗ്രാമം. എന്തിനാ അങ്ങനെ ആധികാരികമായിട്ടൊക്കെ പറയണേ അല്ലേ? ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കുത്താമ്പുള്ളിയിലാണ്. കുത്താമ്പുള്ളി എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓടി വരുന്ന ഒരു ഷോപ്പുണ്ട്, AR ഹാൻഡ്ലൂംസ്. ഇന്നത്തെ ഓണാഘോഷം AR ഹാൻഡ്ലൂംസിനോടൊപ്പം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വെരി വെരി ഹാപ്പി. നമ്മളെ ഒരു ഷോപ്പിലേക്ക് വരുമ്പോ ആദ്യം തന്നെ സ്വീകരിക്കുന്ന ആളാണ്, ഒരു സെക്യൂരിറ്റി ആണ് ഇവിടുത്തെ. ചേട്ടന്റെ പേര്? എന്റെ പേര് പ്രകാശ്. പ്രകാശ് ചേട്ടന്റെ സ്വീകരണത്തോട് ശേഷമാണ് നമ്മൾ ARലേക്ക് കിടക്കുന്നത്. ഒരു അടിപൊളി സ്വീകരണം അല്ലെ? എല്ലാ കസ്റ്റമേഴ്സിനോടും ഉണ്ട്. അത് എല്ലാവരോടും ഉണ്ട്. എല്ലാവരോടും. എത്ര പാവപ്പെട്ടവരാണെങ്കിലും എത്ര VIP-കളാണെങ്കിലും അവര് വരുമ്പോ നമുക്ക് ഒന്നാണ്. ഇപ്പൊ ഓണ സമയം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. തിരക്കാണെങ്കിലും നമ്മുടെ എത്ര VIP വരികയാണെങ്കിലും എത്ര പാവങ്ങൾ വരികയാണെങ്കിലും നമ്മൾ രണ്ടെണ്ണം കാണില്ല. ഒന്നായിട്ട് AR കുടുംബത്തിനെ പോലെ തന്നെ അവരെ കാണും. അതാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കാണാറില്ല. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ഓണം പറയും. ഓ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്ക് വെഡിങ് സാരികളുടെ സെക്ഷൻ ഒന്ന് കാണിച്ചു തരും. ഇതാണല്ലോ വെഡിങ് സാരി സെക്ഷൻ. ഏത് റേഞ്ചിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ഇവിടെ. എല്ലാ റേഞ്ചിലും 3000 മുതലുണ്ട്. അതുപോലെ തന്നെ റിസപ്ഷനുള്ള ലാച്ചുകളും ഉണ്ട്. അത് എത്ര റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? 2000 മുതൽ. ഈ സെക്ഷനാണ് 3000 രൂപ മുതൽ 5000 വരെ ഉള്ളത്. ഈ സാരികൾ മൊത്തം 3000 തൊട്ടിട്ടുള്ള റേഞ്ചിലുള്ളതാണ്. ഇതിൽ 4100 വരെയുള്ള റേഞ്ചുകളിലുള്ള സാരികളാണ്. ഗ്രാം ഗോൾഡ് മിക്സ് വരുന്ന സാരിയാണ്. 83,000 ആണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത്. ഇനി ഗോൾഡ് വേണ്ടാത്തവർക്ക് സിൽവറും ഉണ്ട്. 53,000 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇവിടെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ കുറച്ച് സെറ്റിന്റെ ഡ്രസ്സ് വേണം. സെറ്റ് മുണ്ടിന് സെറ്റ് സാരിയുടെ ഒരു ലോഗാണ് അല്ലേ ഇവിടെ. അഫോർഡബിൾ റേഞ്ച് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. എത്ര റേറ്റ് വരുന്ന ഒരു സെറ്റ് മുണ്ട് സാധാരണ കുറച്ച് ഏജ് ആയ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ്? അതല്ലേ ഇതൊക്കെ റേറ്റ് വരുന്നത് 600. സെറ്റ് മുണ്ടാണ് ഇതില്ലേ. ടിഷ്യൂ ടൈപ്പ് ഇപ്പോഴത്തെ മോഡല് ഏതാ? ഈ ഓണത്തിന്റെ ട്രെൻഡാണ് ലോട്ടസിന്റെ കമ്മലും മാലയും ഇറങ്ങിയതുപോലെ തന്നെ സെറ്റ് മുണ്ടും ഈ ഓണത്തിന്റെ ട്രെൻഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുളസിക്കതിർ വരുന്നത്, അതുപോലെ കൃഷ്ണന്റെ പ്രിന്റുകൾ, അതൊക്കെ മുന്നേ ഉണ്ടെങ്കിലും ഇപ്പൊ ഈ ഓണത്തിന് കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നത് ഇങ്ങനത്തെ ടൈപ്പ് സെറ്റ് മുണ്ടുകളാണ്.
നമ്മുടെ ഷോപ്പിംഗ് എല്ലാവരും തകർത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമുക്ക് ഒന്ന് സെറ്റ് സാരിയുടെ സെക്ഷൻ ഒന്നുകൂടി നോക്കിട്ട് വരാം. ഇത് അടിപൊളിയുണ്ട് അല്ലേ, മയിലായിട്ട്. ഇത് മ്യൂറൽ പെയിന്റിംഗ് അല്ലല്ലോ, വേറെ എന്തോ അല്ലേ? ഇതിനെന്താ പേര്? ഡിജിറ്റൽ പ്രിന്റിങ് അങ്ങനെ എന്തോ ആണല്ലേ. കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഏത് ഐറ്റം? സെറ്റ് സാരിയില് ഏത് വെറൈറ്റിയാ ചോദിച്ചു വരുന്നത് ഈ വർഷം? ഞാൻ തോന്നിയിട്ടുണ്ടോ ഈ ഇത് തന്നെയാണ്, ടിഷ്യൂ ടൈപ്പ് തന്നെയാണ്. മുകളിൽ കാണുന്നതാണ് ധാവണികള്. ധാവണികൾ മാത്രമല്ല, പട്ടുപാവട ഉണ്ട് ഇതില്. ഇത് വെറും ഡെമോ മാത്രമാണ്. ഇതിന്റെ വലിയൊരു ലോകം മുകളിലുണ്ട്. നമ്മുടെ കളർ സാരിയുടെ സെക്ഷനാണ് ഇവിടെ. കളർ സാരി, ധാവണി, പട്ടുപാവാട എല്ലാം വേണ്ടവർക്ക് ഈ സെക്ഷനിലേക്ക് വരാം. 3ാമത്തെ ഫ്ലോർ. ഇത് സെക്കൻഡ് ഫ്ലോർ ആണ്. നമ്മുടെ കുത്താമ്പുള്ളി AR ഹാൻഡ്ലൂംസില് കാനഡയിൽ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ച് കുടുംബം വന്നിട്ടുണ്ട്. ഒരു കുടുംബം. അപ്പൊ സാറിന്റെ പേരൊന്ന് ചോദിക്കാം. എന്റെ പേര് അരുൺ കുമാർ. കാനഡയിലാണ് അല്ലേ? അവിടെ എവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? അവിടെ ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇവിടെ നമ്മുടെ കുത്താമ്പുള്ളിയിൽ AR ഹാൻഡ്ലൂംസിൽ വരാനുണ്ടായ ഒരു കാരണം ഒരു 2 years ആയിട്ട് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് അവര് ഇതായിരുന്നു, വരണം എടുക്കണം എന്നുള്ളൊരു ഡ്രീം മാതിരിയുള്ള ഇതായിരുന്നു. അപ്പം എന്റെ വീട് ആലപ്പുഴയാണ്. അപ്പം അവിടെ ഇങ്ങനെ വരുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്നത്. അപ്പം ഒരു ഗുരുവായൂർ ഇങ്ങനെ ട്രിപ്പ് നടത്തിയപ്പോഴത്തേക്കും നമ്മള് വിചാരിച്ചു കം ഹിയർ ആൻഡ് അങ്ങനെ. ഈ ഓണം ഇവിടെയാണ്, നാട്ടിലാണ്. അപ്പൊ കുത്താമ്പുള്ളി ഹെയർ ഹാൻഡ്ലൂംസിലൂടെ പഠിച്ചു പൊളിച്ചിട്ട് ഓണം ആഘോഷിക്കട്ടെ. ഹാപ്പി ഓണം. താങ്ക് യു. AR നമ്മൾ മുഴുവൻ കണ്ടു. ARന്റെ എല്ലാമായ ഒരാളുണ്ട്, ഒരാളല്ല 2 പേരുണ്ട്. അതിൽ ഒരാളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോ, രാജു സാർ. അപ്പൊ രാജു സാറിന്റെ അടുത്ത് നമുക്ക് ഈ ഒരു ജേർണി, അതായത് ഈ ഒരു ബിസിനസ് രംഗത്തുള്ള വളർച്ച എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു എന്നൊന്ന് ചോദിക്കാം. സാർ ഒന്ന് പറഞ്ഞു. നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ജേണി പറയുമ്പോൾ 2017 തുടക്കം ആണ് കുറിച്ചത്. 2017 തുടക്കം കുറിച്ചത് നമ്മുടെ ഒരു റെന്റ് റൂമാണെങ്കിലും ചെറിയൊരു 2 പേർക്ക് മാത്രമേ പറ്റുന്ന റൂമായിരുന്നു. പിന്നെ നമുക്ക് 10-300 കുടുംബം സ്റ്റാഫിന് ജോലി എടുക്കാൻ പറ്റി പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വലിയൊരു നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അതിൽ നമുക്ക് സ്വന്തം സ്ഥാപനത്തിനാണ് ഇപ്പൊ നമ്മൾ നിന്നോണ്ടിരിക്കുന്നത്. പണ്ടത്തെ ഷോപ്പിലാകുമ്പോൾ തിരക്കും കൊണ്ടും പണ്ടത്തെ AC ഇല്ല, പാർക്കിംഗ് ഇല്ല, അങ്ങനെ ഭയങ്കര പരാതികൾ കസ്റ്റമറുടെ ഭാഗത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും ഫ്രീ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് എടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഇവിടെ സെറ്റുമുണ്ടി സെറ്റ് സാരിയുടെ ഒരു ഫ്ലോറിൽ നമ്മൾ നിൽക്കുന്നത്. സെറ്റുമുണ്ടി സെറ്റ് സാരി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റൂമിൽ ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഈ ഭാഗത്തൊക്കെ നമ്മുടെ ധോത്തീസ് സെറ്റുമുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇന്നൊരു തിരക്ക് കുറവുള്ള ദിവസമാണ്. ഏകദേശം ഓണത്തിന്റെ ഒക്കെ എല്ലാവരും പർച്ചേസ് ചെയ്ത്. കൊറോണ സമയത്ത് സോഷ്യൽ മീഡിയ നന്നായി യൂസ് ചെയ്തു എന്നുള്ള ഒരു ഉദാഹരണമാണ്. മറ്റുള്ളവർക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പേടിയാണ്, അയ്യോ ഇത് വിജയിക്കോ, ഞങ്ങളുടെ പൈസ പോകും. പക്ഷെ അതൊന്നും പേടിയില്ലാതെ മുന്നോട്ട് വന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ വിജയിച്ച് ഇപ്പൊ കുത്താമ്പുള്ളി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് AR ഹാൻഡ്ലൂംസ് എന്നാണ്. ആ ഒരു വിജയത്തിലേക്കുള്ള ആ ഒരു കുറെ കടമ്പകൾ കടന്നിട്ടുണ്ടോ? അതൊന്നും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാം. തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷമാണ്. പിന്നെ അതിലുപരി നമ്മുടെ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു നമ്മുടെ ഇതിലെ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പൊ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ കുത്താമ്പുള്ളി എന്ന ഗ്രാമം പുറത്തേക്ക് എത്താനും നമ്മുടെ ഈ ഒരു തിരക്ക് വരാനും വിജയത്തിലേക്കും കാരണം. രണ്ടാമത് പിന്നെ അതിൽ നമ്മളെ സ്നേഹിക്കുന്ന കസ്റ്റമേഴ്സ്, അവർക്കാണ് ഏറ്റവും വലിയ പ്രചോദനം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ.
പിന്നെ നമ്മുടെ കൊറോണയ്ക്ക് നമ്മൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, സാധനങ്ങൾ പോവാണ്ടെയും ഒരുപാട് കെട്ടിക്കിടപ്പും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ഓൺലൈൻ എന്നുള്ള സംരംഭം മുന്നിലുള്ള കാരണം അതിലൂടെ നമ്മൾ കുറച്ച് കെട്ടി അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കൊറോണയ്ക്ക് നമ്മൾ ഇത്തിരി അധികമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടി വന്നു, കാരണം നമ്മൾ അത്രയും സ്റ്റോക്കുകളായിരുന്നു. അപ്പൊ അത് കൊറോണയ്ക്ക് ശേഷം നല്ല തിരക്കുകളും വരാൻ തുടങ്ങിയതാണ്. അപ്പൊ നല്ലൊരു ഉപകാരമായിരുന്നു. നമ്മളിപ്പോ ഇവിടെ വരുമ്പോഴേ ഏത് കടയിൽ കയറുമ്പോഴും സെലക്ഷൻ ഉണ്ട്, പക്ഷെ അവിടുത്തെ സ്റ്റാഫുകളുടെ സമീപനം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒരാളും അങ്ങോട്ട് പോവില്ല. ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്. പക്ഷെ ഇവിടെ വരുമ്പോ നമ്മൾ ആ ഗേറ്റ് കിടക്കുന്നത് മുതൽ ആ സെക്യൂരിറ്റി ജീവനക്കാർ മുതൽ ഇവിടെയുള്ള ഏത് സ്റ്റാഫ് ആയാലും അവരുടെ സമീപനം എടുത്തു പറയേണ്ടത്. അത് എങ്ങനെയാണ് അവരെ അത്രയും കെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവരങ്ങനെ ഒരു സമീപനം. ഞാനൊരു 6 വർഷം സ്റ്റാഫായിരുന്നു വേറെ കടയില്. അപ്പൊ ജോലി ചെയ്ത കാരണം എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം, സ്റ്റാഫുകളുടെ ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ സ്റ്റാഫുകളുടെ മുഖം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ. ഞാൻ ഷർട്ട് വാങ്ങാൻ പോയിട്ട് ഒരുപാട് മുഖം മാറിയിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. വരണം എല്ലാ കസ്റ്റമറും നമ്മുടെ സ്റ്റാഫുകൾ കൂടെ നിന്ന് ഹാപ്പി ആയിട്ട് അവർക്ക് വേണ്ട പോലെ സ്വന്തം വീട് പോലെ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരിത് ഞാൻ അന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളുള്ള പോലെ ആവാൻ പാടില്ല. ഞാൻ വേറെ കടയിൽ നിൽക്കുമ്പോഴും ഞാൻ വളരെ നല്ല രീതിക്കാണ് അവർക്ക് സർവീസ് കൊടുത്തിട്ടായത്. അപ്പൊ അതുകൊണ്ടാവാം പ്രാവശ്യം എന്റെ ഒരു ഓണർ എങ്ങനെയാണോ അതുപോലെയാണ് അവിടുത്തെ തൊഴിലാളികൾ ഉണ്ടാവേണ്ടത് അല്ലെ. അത് കാരണം ഏകദേശം പരമാവധി നമ്മുടെ തൊഴിലാളികളൊക്കെ നല്ല രീതിക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. അതെ, നല്ല നിലയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ്ലൂംസിനാണ് കുത്താമ്പുള്ളി എന്നുള്ള ഒരു പ്രാധാന്യം. പക്ഷെ അത് മാറി. ഹാൻഡ്ലൂംസ് അല്ല, ഒരു കളർ സാരികള്, കല്യാണ സാരികൾ, ഇപ്പൊ കല്യാണ പർച്ചേസ് മൊത്തം ഈ കുത്താമ്പുള്ളി ഏരിയയിലേക്ക് മാറി. അതിനൊരു പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിലെന്താ വെച്ചാൽ പ്രധാന കാര്യം വില കുറവാണ്. പട്ടുസാരിയൊക്കെ പറയുമ്പോൾ നമ്മുടെ കടയില് പ്യൂർ കാഞ്ചീപുരം 14,000-15,000 അതേ സെയിം കസ്റ്റമർ പറഞ്ഞിട്ടെങ്കിൽ പുറത്ത് ഞാൻ 28,000 കൊടുത്തെടുത്തു, 30 കൊടുത്തെടുത്തു, പല വിലകൾക്കാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റമുണ്ട്. കൂടാണ്ട് കല്യാണ പട്ടുസാരി അല്ലാണ്ട് ഈ കൊടുക്കാനുള്ളതും സാരികൾ പ്യൂർ കാഞ്ചീപുരം അല്ലാത്ത സാരികളുണ്ട്. 2,500-3,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സെയിം സാരി പുറത്ത് 8,000 രൂപയ്ക്കാണ്. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയ കാരണമാണ് ഈ ഒരു തിരക്കും എല്ലാം വരാൻ തുടങ്ങിയത്. അതേപോലെ തന്നെയാണ് സെറ്റ് മുണ്ടുകളൊക്കെ എല്ലാം ചീപ്പ് റേറ്റ് 300 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു റേറ്റ് ആയ കാരണം കുറെ പേർക്ക് അറിയാൻ തുടങ്ങി. അപ്പൊ അതാണ് ആ ഒരു തിരക്കും. നമ്മൾ അതിന് നല്ല ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്, നല്ല സർവീസും കൊടുക്കുന്നുണ്ട്. നമ്മൾ ആഗോള തലത്തിൽ തന്നെ വ്യാപിപ്പിച്ചു. ഇപ്പൊ ഹെയർ ഹാൻഡ്ലൂംസ് ഇപ്പൊ കാനഡയിൽ നിന്ന് ഒരു ഫാമിലിയെ ഞാൻ പരിചയപ്പെട്ടു മുകളിൽ. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അത്. ഞങ്ങള് എല്ലാ സ്ഥിരം നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു എന്താ പറയാ അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം എങ്ങനെയൊക്കെയായിരുന്നു? അതിന് കുറെ പേരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ്. കാനഡ മാത്രമല്ല, USA, UK, ദുബായ്, ഖത്തർ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ടല്ലോ. മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങൾ അവിടെ ഇല്ല. അപ്പൊ അവിടെ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. എപ്പോഴും സാധനങ്ങൾ നേരിട്ട് വന്ന് വാങ്ങുന്നവരുണ്ട്, കൊറിയർ വഴി അയക്കാനാണ് കേട്ടോ. നമുക്ക് എക്സ്പോർട്ട് ഉണ്ട്. നമുക്ക് ഓൺലൈൻ സ്റ്റാഫ് 10-20 പേരുണ്ട്. അപ്പൊ അവര് പരിചയപ്പെട്ട് താഴെ എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് അയച്ചു കൊടുക്കുന്നതാണ് സ്ഥിരമായിട്ട്. അപ്പൊ അവര് ഇതിനു വേണ്ടി മാത്രമാണ് അതിൽ എത്തിയിരിക്കണം. നമ്മുടെ അരവിന്ദ് സാർ അവൈലബിൾ അല്ലേ? തിരക്കിലായിരിക്കും. അരവിന്ദ് ചെറിയൊരു തിരക്കിലാണ്. കാരണം സാലറി നമ്മൾ കൃത്യമായിട്ട് ആ ഡേറ്റിന് കൊടുക്കണം. 1-ാം തീയതിയാണല്ലോ. അതിന്റെ കണക്കെടുപ്പിലാണ്. നമ്മുടെ ഭൗമ സൂചികയില് പേരെടുത്തു, കുത്താമ്പുള്ളി എന്നുള്ളത് പേരെടുത്തു. അപ്പൊ അതിലേക്കുള്ള മാറ്റത്തിൽ എന്തെങ്കിലും ഇവിടെ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഏതിന്റെയാ? ഈ ഭൗമ സൂചികയിലെ ഇടം പിടിച്ചൂലോ കുത്താമ്പുള്ളി എന്നുള്ള ഗ്രാമം. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ആ ഒരു ബിസിനസ് രംഗത്തും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഈ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുത്താമ്പുള്ളി മൊത്തത്തിലൊരു പേരായിട്ടുണ്ട്. കാരണം പണ്ട് ഇത്രയ്ക്ക് ഒരു പേരുണ്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോ എവിടെ ചോദിച്ചാലും കുത്താമ്പുള്ളി അറിയുന്നുണ്ട്. അപ്പൊ അതില് കുറെ പേര് ഞങ്ങളുടെ കൂടെ ഒന്നും പറയുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കൂടെ അല്ലത്, ഞങ്ങൾ ആ കുത്താമ്പുള്ളി എന്നുള്ള ഒരു ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡിലേക്കാണ് പേര്. അതിൽ ഞങ്ങൾ ഒരൊറ്റ കട മാത്രം, ബാക്കി ഒരുപാട് കടകളുണ്ട്. അതിൽ ഞങ്ങളെ ഏറ്റെടുത്തതിൽ ഒത്തിരി സന്തോഷം എന്നാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്. ഞാൻ ഇവിടെ വന്ന സമയത്ത് രാജോട്ടന്റെ അടുത്ത് പറഞ്ഞു, സാറിനെ കാണാൻ വേണ്ടിയിട്ട് ലേഡീസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞിട്ട്. അപ്പൊ അത് ആ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കിട്ടുന്ന ആ ഒരു ഇത് ഡ്രസ്സ് മാത്രമല്ല, നമുക്ക് ആ സർവീസും എല്ലാം കൂടി ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ട് അല്ലാണ്ട് ഒരാളോട് ചോദിക്കില്ലല്ലോ. ഞാൻ വിചാരിക്കാറുണ്ട് പല സമയത്തും സെലിബ്രിറ്റീസ് അതെ ഞാൻ കാണാറുണ്ട് ഫോട്ടോ എടുക്കാറ്. ഇവിടെ സെലിബ്രിറ്റീസ് വരും പറയാറുണ്ട്, ചേച്ചി എന്റെ കൂടെ ഫോട്ടോ എടുക്കണം, അവരുടെ കൂടെ സംസാരിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ പറയാറുണ്ട്. അപ്പൊ അവര് പറയും, സെലിബ്രിറ്റി ആരാ ഇതില്? ആ ഒരു സെലിബ്രിറ്റി ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞാൻ പറയും, ചേട്ടാ ഞാൻ സെലിബ്രിറ്റി അതെന്തായാലും അത് ഒരാളുടെ കഴിവ് തന്നെയാണ്. കസ്റ്റമർ പറയും, നമുക്ക് സെലിബ്രിറ്റി അല്ല, ദിവസം കാണാൻ രാജുവിനാണ്. രാജുവിന് മാത്രം. എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെ ഭാഗത്തും എന്റെ എല്ലാ കുടുംബാംഗങ്ങളും, നമ്മുടെ സ്റ്റാഫായ എല്ലാ കുടുംബാംഗങ്ങളുടെ ഭാഗത്തും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുന്നു. ഓണം ട്രെൻഡ്സിൽ ഇപ്പോ എല്ലാ കസ്റ്റമേഴ്സും ചോദിച്ചു വരുന്ന ഐറ്റംസുകൾ ഏതായിരുന്നു ഈ ഒരു ഓണത്തിന്? പുളിയിലക്കരയാണ് കൂടുതൽ. പുളിയിലക്കര തന്നെയാണല്ലേ? കൊടുക്കാൻ പറ്റിയില്ല. സ്റ്റോക്ക് കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പോ എടുത്തെങ്കിലും കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ. പ്രിന്റുകൾ ഇപ്പൊ വരുന്നുണ്ടോ? അതായത് മ്യൂറൽ പെയിന്റിംഗ് അല്ലാണ്ട് അതൊക്കെ നമുക്ക് ഇപ്രാവശ്യം നന്നായി പോകുന്ന ടെമ്പിൾ കളക്ഷൻ അല്ലേ?
ഇതൊക്കെ നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റ് ആണ്. ഞങ്ങൾ എന്താ വെച്ചാൽ ഹോൾസെയിൽ ആയതിനെ വില പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം നമ്മളെ ആശ്രയിച്ച് ഒരുപാട് കുടുംബങ്ങൾ റീസണേഴ്സും നമ്മുടെ വീട്ടിൽ വെച്ച് ജോലി ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട്. ഒരുപാട് ഷോപ്പുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് പുളിയിലക്കരയിലെ തന്നെ ചെറിയൊരു ടെമ്പിൾ കളക്ഷൻ. പുളിയിലക്കരയിൽ വരുന്ന പ്രാവശ്യത്തെ ട്രെൻഡിങ് ഉള്ളത്. അതേപോലെ ഇതൊക്കെ നല്ല ട്രെൻഡിങ്, ഈ ട്രെൻഡിങ് ഒക്കെ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഏകദേശം ഒരു 50% സ്റ്റോക്ക് ഉള്ളൂ. ബാക്കിയൊക്കെ വെറൈറ്റികളൊക്കെ ചേച്ചിമാരെല്ലാവരും നല്ലൊരു ഡിസ്കൗണ്ടും ഒരു പർച്ചേസിന് കൊടുക്കാറുണ്ടല്ലേ കസ്റ്റമേഴ്സിന്. ഞാനിവിടെ വന്ന് 2-3 പ്രാവശ്യം പർച്ചേസ് ചെയ്തപ്പോൾ നല്ല ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു. മികച്ച സർവീസും മികച്ച ഡിസ്കൗണ്ടും മികച്ച ക്വാളിറ്റി സംരംഭത്തിന്റെ പ്രത്യേകത. ഞാൻ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ സാരി എടുത്തിട്ടാണ് പോയത്. ഞാൻ അവാർഡ് വാങ്ങാനായിട്ട്. ഇതാണ് യൂത്തിന്റെ പ്രാവശ്യത്തെ ഓണം. 2 മാസമായിട്ട് ഇത് കൊറേ കൊടുന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് കുറവാ. നമുക്ക് ഒരു ദിവസം വെക്കാനുള്ള ഒരു ഐറ്റം മാത്രമേ. ശരിയാ. യൂത്ത് നമ്മുടെ ഓണാഘോഷ കമ്മിറ്റി എല്ലാവരും ഇതും അതേപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലൊക്കെ ഈ ഗോൾഡില്ലേ, ഇതും അതിന്റെ സെയിം ആയിട്ട് ആ സിൽവറും ഉണ്ട്. ഇതിന് മാച്ച് ആയിട്ടുള്ള കളർ ഷർട്ടും കളർ ഷർട്ട് ഇതിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇതിന് വേണമെങ്കിൽ കൊടുത്താലും ഇത് വേണമെന്നില്ല. അതേപോലെ അതിന്റെ ഒരു സ്റ്റിക്കർ തോറ്റി ഇതും അതെ അങ്ങനത്തെ ഒരുപാട്. ഇത് ഇവിടെ മാത്രമല്ല, അത് ഇവിടെ സിൽവർ കളറില് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ചേട്ടൻ ഷാജു ഏട്ടൻ പിഷാരടി പിന്നെ പാഷാണ ഷാജി ഇതിന്റെ ഭയങ്കര ഫാനാണ്. ഇന്നും വരുന്നുണ്ട്, കുറച്ചെടുത്തിട്ട് സെലിബ്രിറ്റി വരുന്നുണ്ട്. നമ്മുടെ ശരത്ദാസ് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. അവരെന്താ വെച്ചാൽ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമേ വരുന്നത്. അവർ ഒരു സ്ഥലത്തേക്ക് വെറുതെ കയറി ചെല്ലില്ല. നമ്മളൊരു സാധനം കൊടുക്കുന്നു പറയുന്നത് ഒരു വട്ടമല്ല വരുന്നത്, ഓരോരുത്തർ 4-5 വട്ടം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് നന്നായിട്ട്. അതുപോലെ നമ്മുടെ വൈറ്റ് മുണ്ടുകളുണ്ട്. വൈറ്റ് മുണ്ടുകളിലും പ്രിന്റ് വരുന്ന ടൈപ്പ്. പിന്നെ നമ്മുടെ ഇത് ഷർട്ടുകളാണ്. അപ്പോ സ്ഥലത്തിൽ കുറവാണെങ്കിലും ഷോപ്പിങ്ങിന്റെ തിരക്കാണ് സാറില്, നമുക്കറിയാം. ഷർട്ട് മുറിച്ചെടുക്കുന്ന സ്ഥലം അത് നമുക്ക് കാലു തന്ന സ്ഥലം ഉണ്ടാവില്ല. ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, സൺഡേ. ഇതാണ് ഓണം ട്രെൻഡ് അല്ലേ? ട്രെൻഡിൽ പെട്ട ഒരു ഐറ്റം ആണ്. കല്യാണങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതൊരു ഐറ്റം ആണ്. ഇതാ ബ്ലാക്ക് മുണ്ടിന്റെ കൂടെ ബ്ലാക്ക് മുണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഇങ്ങനത്തെ നല്ല മാച്ചായിട്ട് മുണ്ടുണ്ട്. ബ്ലാക്ക് മുണ്ടിന്റെ കൂടെ ഇങ്ങനെ ഒരു ഐറ്റം ഇതുണ്ട്. ഇതിപ്പോ കസ്റ്റമർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഥകളി മുണ്ടില് മാത്രമായിട്ട് കൊടുക്കാം, പിന്നെ ഷർട്ടിനും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതൊരു ഐറ്റം. ഇതിപ്പോ വളരെ കുറവാണ്. 2 മാസത്തിന് മുന്നേ ആണ് അതിന്റെ ഡിസൈൻസ് ഒക്കെ വരിക. ജുബ്ബയാണ് അല്ലേ? കുർത്ത മോഡല്. 50 ഡിസൈനോടെ ഉണ്ട്, മാറി മാറി വരും. ഇതിലൊക്കെ മുണ്ടും ഒപ്പം വരുന്നതാണ് അല്ലേ? സെപ്പറേറ്റ് എടുക്കാം. എയർ ഹാൻഡ്ലൂംസിന്റെ പേഴ്സണൽ വ്ളോഗർ ആണ്. അതായത് ആങ്കറിങ് ചെയ്തിട്ട് പൊളിക്കാണ് ഇവിടെ അല്ലെ? എന്താ പേര് പറയൂ? എന്റെ പേര് അക്ഷയ്. അക്ഷയ്. ഡ്രസ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് നോക്കിട്ടാണോ ആങ്കർ ചെയ്യണേ? പറഞ്ഞു വ്ളോഗ് ചെയ്യാണ് ഇതിന്റെ തന്നെ. സാറ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. സ്കൂളില്ലാത്ത ദിവസമാണോ അതോ ബാക്കിയുള്ള ടൈം വരും? ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഇനി പൊളിക്കാം. ഓണമൊക്കെ അടിച്ചു പൊളിക്കട്ടെ. അപ്പൊ ഹാപ്പി ഓണം. ഇവിടെ വരെ വന്നിട്ട് നമുക്ക് എയർ ഹാൻഡ്ലൂംസിന്റെ ഗോഡൗൺ കാണണ്ടേ? അത് മാത്രമല്ല ഒരാളെയും കൂടിയും കാണാനുണ്ട്. നമ്മളിപ്പോ അവിടെ രാജു സാറിന് മാത്രമല്ലേ കണ്ടത്, ഇവിടെ അരവിന്ദ് സാറും ഉണ്ട്. അപ്പോൾ ആ സാറിനെയും കൂടിയും കണ്ടിട്ട് നമുക്ക് ഹെയറിന്റെ വിശേഷങ്ങൾ പൂർത്തിയാക്കാം. ഹലോ സാർ, ഹാപ്പി ഓണം. ഞങ്ങള് അവിടെ രാജു സാറിനൊക്കെ മീറ്റ് ചെയ്തു. അപ്പൊ സാർ ഇവിടെ ഗോഡൌണിലുണ്ട് പറഞ്ഞു. അപ്പൊ എന്തായാലും കണ്ടിട്ട് പോകണം വിചാരിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ഗോഡൌണിലെ വിശേഷങ്ങള്?
അതെ അല്ലേ, എല്ലാ സ്റ്റോക്കും ഇവിടെയാണ്. ഹലോ, സ്റ്റോക്ക് കൂടുതലും ഇവിടെ ആയിരിക്കും. അപ്പൊ ഇവിടുന്നാണ് ഷോപ്പുകൾക്കും മെയിൻ ആയിട്ട് നമുക്ക് എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? ഈ സ്റ്റോക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 20% ഞങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നത്. എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കളർ സാരി നമ്മൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്. സേലല്ല, ഞങ്ങളുടേതായ ഞങ്ങള് ശരിക്കും ദേവാംഗ നെയ്ത്തുകാരാണ്. അപ്പൊ നെയ്ത്തുകാരുടെ ബേസിൽ ഞങ്ങളുടെ റിലേഷൻ അങ്ങനേതായിട്ട് തമിഴ്നാട്ടിലുണ്ട്. ഞങ്ങളെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പറപ്പിച്ചതാണ്. ഒരു 5 ജനറേഷന് മുന്നേ ഏകദേശം 10-300 കൊല്ലം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇവിടെ വന്നിട്ട് സെറ്റിൽ ആയതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇതേപോലെ തമിഴ്നാട്ടിലുണ്ട്. ഞങ്ങള് കല്യാണം കഴിക്കാൻ വെച്ചാലും തമിഴ്നാട്ടിൽ നിന്നും ഞങ്ങളുടേതായ ആൾക്കാരാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. സമുദായക്കാരാണ് കല്യാണം കഴിക്കുന്നത്. അതുകൂടാണ് നമുക്ക് അവിടെയാണ് നമ്മൾ വീവിങ്ങും ചെയ്യുന്നത്. പവർലൂം മൊത്തം അവിടെയാണ് ചെയ്യുന്നത്. ഹാൻഡ്ലൂം നമുക്കിപ്പോ ഒരു കുറച്ച് ശതമാനം മാത്രമേ കുത്താമ്പളി ചെയ്യുള്ളൂ. എത്ര നെയ്ത്ത് കേന്ദ്രങ്ങളുണ്ട് അവിടെ? ഈ AR മാത്രമായിട്ട് അങ്ങനെ നെയ്ത്ത് കേന്ദ്രമായിട്ട് പറയാൻ പറ്റില്ല. ഓരോ ഗോഡൌൺ ബേസ് ആണ്. ഗോഡൌൺ ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗോഡൌണിന്റെ അടുത്ത് ഉണ്ടാവും. നമ്മുടെ മാരേജിന്റെ കാഞ്ചീപുരം സാരികള് അതൊക്കെ അത് നമുക്ക് കാഞ്ചീപുരത്ത് മാമനുണ്ട്. അപ്പൊ അവിടുന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഹാൻഡ്ലൂംസ് ഒക്കെ ഈ തമിഴ്നാട് അല്ല, ഹാൻഡ്ലൂംസ് ഒക്കെ കുത്താമ്പളി. ഇത് തന്നെ മെഷീൻ ലൂം, പവർ ലൂമാണ് നമ്മൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നത്. അവിടെ ആകുമ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കുറവാണ്. അപ്പൊ ഒരു ഇത്ര യൂണിറ്റ് വരെ ഫ്രീ ഉണ്ട്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് അവിടെ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഇതേ പവർ ലൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും റേറ്റിൽ വെറിഷൻ വരും. കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും റേറ്റ് കുറയ്ക്കാന്നുള്ള ആ ഒരു ഇതാണ്. അതിനായിട്ട് അവിടെ ചെയ്യും. നമുക്ക് ഈ ഓണത്തിന്റെ സമയത്ത് ഒരുപാട് തിരക്കുള്ള സമയമാണ് അല്ലെ. പുതിയ ഫാഷനുകൾ നോക്കണം, ട്രെൻഡുകൾക്ക് അനുസരിച്ച് മാറണം. അത് ഏതാന്ന് കണ്ടെത്തണം. ഈ ഓണം കഴിഞ്ഞാൽ അടുത്ത വിഷുവിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ഒക്കെ സെറ്റ് ആക്കും. എത്ര കാലം മുന്നേ തുടങ്ങും ഈ ഓണം? 3 മാസം മുന്നേ ഡിസൈൻ ഒക്കെ സെറ്റ് ആക്കി കൊടുക്കും. 2 മാസം മുന്നേ സ്റ്റോക്ക് ഒക്കെ നമുക്ക് ഫുള്ളാവും. ഫുള്ളായിട്ട് പിന്നെ സെയിൽ. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു ഫാഷനിലേക്ക് എത്തിച്ചേരണല്ലോ. അപ്പൊ നമ്മൾ ചിലപ്പോ കുറെ കഴിഞ്ഞിട്ടാവും അറിയാം ഇതാണെന്ന്. ഞങ്ങൾ സോഷ്യൽ മീഡിയ ആയിട്ട് കുറച്ച് ഇതെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഫാഷൻ ഡിസൈനർ അങ്ങനത്തെ ഞങ്ങൾ രണ്ടുപേരാണ്. എന്തായാലും ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചിറങ്ങി അതൊന്നല്ല, നമ്മൾ അതിന്ന് നേടി ഇത്രയും വലിയ ഒരു വിജയത്തിലേക്ക് എത്തുക പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിവ് തന്നെയാണ്. രണ്ടുപേരുടെയും സമ്മതിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഗോഡൌണില് നമുക്ക് കാണാം. ഏകദേശം സ്റ്റോക്ക് പറഞ്ഞിട്ട് എല്ലാ റാക്കിലും കാലി ഉണ്ടാവും. ഏകദേശം ഓണത്തിന്റെ എല്ലാം അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ അവിടെ ഇവിടുന്ന് സ്റ്റോക്ക് കൊണ്ടുപോവാണ്. ഇവിടെ സ്റ്റാഫുകൾ എത്ര പേരുണ്ട്? ഇവിടെ ഒരു 30-35 സ്റ്റാഫ് ഉണ്ട്. ഓൺലൈൻ സ്റ്റാഫ് ഉണ്ട്. ഓൺലൈൻ സ്റ്റാഫുകളൊക്കെ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പാക്കിങ്ങും അവർക്ക് പാക്ക് ചെയ്യുക, ബില്ലടിക്കുക, പാക്ക് ചെയ്യുക. അവിടെ ആകുമ്പോൾ കസ്റ്റമറുടെ തിരക്കുണ്ടാവും. ഇടയ്ക്ക് വേണ്ട പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ സ്റ്റോക്കുകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകും. ഇത് മുണ്ടുകള് ഉള്ള സെക്ഷൻ ആണല്ലേ? മുണ്ടിന്റെ സെക്ഷൻ, മുണ്ടിന്റെ സെക്ഷനാണ്. ഇത് ഈ കളറ് മുണ്ടുകള് വ്യത്യാസം ഉണ്ടല്ലോ, വെറൈറ്റി മുണ്ടുകൾ അല്ലെ? മഞ്ഞ കളർ. ശരി. ശരി. ഇപ്പൊ പണ്ടത്തെ പോലെ ഹാൻഡ്ലൂം എടുക്കണില്ല. ഹാൻഡ്ലൂം എടുക്കുന്നവരുണ്ട്. ടിഷ്യൂ ആണ് കുറച്ച് പ്രിഫർ ചെയ്യണല്ലേ? യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിക്ക് ഈ ടിഷ്യൂ പവർ ലൂമിൽ ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് 751 രൂപയുള്ളൂ. നമ്മുടെ ഇതിനെ ഹാൻഡ്ലൂം ചെയ്യാൻ വെച്ചാൽ 4000 രൂപ. അതിന്റെ ഒരു ഇത് മൊത്തം ആ മുണ്ടുകളാണ്. അഫോർഡബിൾ റേറ്റ് ആണ് അല്ലേ? ഇതൊക്കെ റേറ്റ് കുറഞ്ഞതിന്റെ ഇതായിട്ടുള്ളത്. പിന്നെ പട്ടുസാരി നമ്മുടെ സ്റ്റോക്ക് അവിടെ കഴിഞ്ഞനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കയറ്റി വരുന്നു. മെയിൻ ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുള്ള കാരണം റേറ്റ് കൂടിയ സാരികളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ കൺമുന്നിൽ തന്നെ ഈ പർച്ചേസിംഗ് സ്റ്റാഫുകളൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, അവരാണോ പോയിട്ട് ഇതൊക്കെ ചെയ്യാൻ? അതല്ലേ. ഇപ്പൊ നമുക്ക് ഡിഫക്റ്റഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ കണ്ടെത്തുക? അതായത് തിരിച്ചയക്കുക അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് എടുത്തിട്ട് വരുന്നത്. സ്വയം രണ്ടുപേരും കൂടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്റ്റാഫ് അത് അത്രയും ഒരു വിശ്വാസം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി. ഇത് സെറ്റ് സാരികളുടെ അല്ലേ? സാരികള് പുതിയ മോഡൽ ഇപ്പൊ ലോട്ടസ് കളക്ഷൻ ഒക്കെയാന്ന് പറഞ്ഞ അവിടെ കാണിച്ചു തന്നു. ഏകദേശം ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു. മാക്സിമം കാലിയായിരുന്നു. കുറച്ചും കൂടി ഓണാവുമ്പോഴേക്കും ഇതൊക്കെ കംപ്ലീറ്റ് ആവും. മൊത്തം സാരി ഉണ്ടായിരുന്നതാണ്. പട്ടുപാവാട, കുട്ടികളുടെ പട്ടുപാവാട, കുഞ്ഞ് ഉടുപ്പുകള്, പട്ടുപാവാട. പിന്നെ എംബ്രോയിഡറി സാരി ഓരോന്നും പല പല ഡിസൈൻസ്. പല ഡിസൈൻ. ഇത് കളറ് വ്യത്യാസമുണ്ട് അല്ലെ? ലാവൻഡർ ഷെയ്ഡ്, പിങ്ക് ചെറിയാണ്. ഇത് കസവ് തന്നെ പിങ്ക് ഷെയ്ഡില് പിങ്ക് ഷെയ്ഡില് ടിഷ്യൂ തന്നെയാണ്. അപ്പൊ ഇതിൽ തന്നെ 3-4 വെറൈറ്റികളുണ്ട്. സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്,
പിന്നെ പിങ്ക് ഉണ്ട്, പിന്നെ കോപ്പർ ഉണ്ട്. അങ്ങനത്തെ 4 ഷെയ്ഡ് 5 ഷെയ്ഡിലാണ് ഇത് ഇറക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ കസവ് തന്നെ ഇതിൽ പല കളേഴ്സ് ഉണ്ട്. നമ്മുടെ നോർമൽ കളേഴ്സ് തന്നെ ഇത് കസവാണ്. നമുക്ക് നോർമലി കിട്ടുന്നത് കളർ നൂലായിരിക്കും. ഇത് നൂലാണ്, ഇത് നൂലാണ്. ഇതിന്റെ കസവ് ഈ കസവ് തന്നെ കളറാക്കി മാറ്റി. മ്യൂറൽ പെയിന്റിംഗ് അല്ലേ? മ്യൂറൽ പെയിന്റിംഗ് ഇത് നമ്മൾ പ്രിന്റിംഗ് ചെയ്യണതാണ്. ഇത് പ്രിന്റിംഗ് ചെയ്യുന്നതാണ്. ഇത് നമ്മള് ഇങ്ങനെ ഈ പ്ലെയിൻ സാരി, പ്ലെയിൻ സാരി, ഇത് പ്ലെയിൻ സാരി, ഈ സാരിമയാണ് ഈ വർക്ക് പ്രിന്റിംഗ് ചെയ്യാണ്. കൃഷ്ണ കഥകളി ആ പ്ലെയിൻ സാരിമ തന്നെ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം സാരിയായിട്ട് വ്യൂ ചെയ്തെടുക്കും, പിന്നെ പ്രിന്റിംഗ് സെപ്പറേറ്റ്. ഇതൊരു എംബ്രോയിഡറി വർക്കാണ്. ഇങ്ങനെ ഫാസ്റ്റ് മൂവിംഗ് ഉള്ളതായിരുന്നു. സാരി സെക്ഷനാണ്. സാരി സെക്ഷൻ അതും എംബ്രോയിഡറി വർക്ക്. ഈ ബ്ലാക്ക് ആണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരെ യൂസ് ചെയ്യണം. ഓരോ ട്രെൻഡിനനുസരിച്ച് മാറും. ചിലപ്പോ അവസാന സമയമായിരിക്കും. ഇപ്രാവശ്യം പുളിയിലക്കര നിങ്ങൾ 5 കര സെറ്റ് കൊണ്ടാണ് ഇപ്രാവശ്യം ട്രെൻഡ് ആയിട്ടുള്ളത്. പുളിയിലക്കര, താമര, അതൊക്കെ ഞങ്ങൾ യൂത്തിനൊക്കെ കൂടുതൽ സിമ്പിൾ ആയിരിക്കാനാണ് കൂടുതൽ ഇപ്രാവശ്യം സിമ്പിൾ ആയിട്ട് ബ്ലൗസ് ആണ്. അപ്പൊ ബ്ലൗസിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ആ ബ്ലൗസ് ആയിട്ടുള്ളതൊക്കെ കഴിഞ്ഞു. ഇപ്രാവശ്യം സെറ്റ്മെന്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഏകദേശം ഒരു 3000-4000 പീസോളം നമ്മൾ വിറ്റിട്ടുണ്ട്. ഓണത്തിന് നമുക്ക് കുറച്ച് ദിവസം മുടക്കാണ് അല്ലേ? അതിന് മുന്നേ ഭയങ്കര തിരക്കാണ് അവിടെ. ആൾക്കാര് എത്ര ദിവസം മുടക്കുന്നുണ്ട് ഓണത്തിന്? ഇവിടെ 3 ദിവസം മുടക്കുന്നുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടം. ഇത്രയും ദിവസം ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്റ്റാഫുകളൊക്കെ കഷ്ടപ്പെട്ടുള്ള അവരിതാണ്. അപ്പൊ അവർക്ക് ഓണാഘോഷിക്കാനും ഒരു റെസ്റ്റിനും കൂടിയിട്ടാണ് ഒരു 3 ദിവസം മുടക്കുന്നത്. മുടക്കുന്നതായിട്ട് പിന്നെ സൺഡേ ഓപ്പൺ ചെയ്യുന്നത്. ഓരോ വർഷം ഓണത്തിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ കൂടി ബിസിനസ് വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാകുമ്പോ അപ്പൊ നമുക്ക് റിസ്ക്കും കൂടി വരികയാണ്. ബിസിനസ് കൂടാനുസരിച്ച് എങ്ങനെയാ അതൊക്കെ രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്യണെന്നുള്ളത്? ആഴ്ചയിൽ 2-3 വട്ടെങ്കിലും ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും. ഇങ്ങനെ നമുക്ക് ചെലവുണ്ട്, ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. അതിനനുസരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടാളും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്രയും സ്റ്റാഫുകളും ഇപ്പൊ പാർട്ട് ടൈം ജോബുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വരുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയ രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർക്കൊരു ബുക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്ത് പഠിപ്പാവശ്യമായിട്ട് എന്തുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് അവർ ഞങ്ങളൊപ്പം സ്റ്റാഫുകൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും. അതെ, സ്റ്റാഫ് ഉണ്ട് വെച്ചാലാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരു 1000 കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരാൾ എന്തായാലും കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് കസ്റ്റമർ സർവീസ് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തിരിച്ചും വരും, റിപ്പീറ്റ് വരും. അപ്പൊ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സർവീസാണ് ഇപ്പൊ ചെയ്തത്. ഓൺലൈൻ പർച്ചേസിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇവിടെ. അതാണ് നമുക്ക് കുറച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉള്ള ഒരു ഇതാണ് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിപ്പെടുന്നത്. അതിന്റെ ഒരു ഇത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അത് ഞങ്ങളിപ്പോ നമ്മുടെ സ്റ്റാഫുകളുണ്ട്, അതിന് വേണ്ടിയിട്ട് ബാക്കിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാഫുകളൊക്കെ. അപ്പൊ ഇവരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണതും. ബില്ലിങ്, പാക്കിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ്. ഒരു ഐറ്റം നമുക്ക് കാണിച്ച് ഇത് നമ്മള് ഫോട്ടോ എടുത്തിട്ടാണ് ഈ പേജിൽ ഇടുന്നത് അല്ലേ? ഫോട്ടോ എടുത്തിട്ട് നമ്മള് വീഡിയോ ഇറക്കും. ഇപ്പൊ 2 മാസമായിട്ട് വീഡിയോ ഇറക്കിയിട്ടില്ല, ഓണത്തിന്റെ തിരക്കായതുകൊണ്ട്. ഇതിപ്പോ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. 10 പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 10 പീസ് ഇങ്ങനെ എല്ലാം സെറ്റ് ആക്കി വെക്കും. ഇത് ബില്ലാക്കി പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീൽ വെക്കും. സീൽ വെച്ചിട്ട് അവിടുന്ന് പേയ്മെന്റ് ആ ഒരു പ്രോസസ് ഉണ്ട് സെപ്പറേറ്റ്. പിന്നെ അവർക്ക് അവരുടെ അഡ്രസ് കൊറിയറായിട്ട് ഇത് മൊത്തം ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് പാക്ക് ചെയ്യും. ഇത് 10 പീസ് പോണതുണ്ട്, ഇത് 1 പീസ് പോണെന്നുണ്ട്, ഇത് 1 പീസ് മാത്രം പോണതാണ്. അപ്പൊ അതിന്റെ പാക്കിങ്ങും എല്ലാം ഇതാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് കൊറിയർ കൊടുക്കും. അപ്പൊ ഈ ദിവസം ഇപ്പൊ ഓണത്തിന്റെ അടുത്തായതുകൊണ്ട് കൊറിയർസ് ഒക്കെ കുറവാണ്. ഓണത്തിന് മുന്നൊക്കെ 400, 300, 500 വരെയൊക്കെ പോയിട്ടുണ്ട്. ഓൺലൈനിലായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിലാണ് നമുക്ക് പിന്നിൽ നിൽക്കുന്നത്. അങ്ങനെ അപ്പൊ അവര് ഫുൾ ടൈം കസ്റ്റമറായിട്ട് ഡീലിംഗ് തന്നെ ആയിരിക്കും. ഇതില് ഇങ്ങനെ ഫോട്ടോ അതാണോ ഒരു മോഡല് നിന്നിട്ട് ഇത് എടുത്തിട്ടുള്ള അങ്ങനെയാണോ? അങ്ങനെ എടുക്കാറില്ല, നമ്മൾ സാരിയാണ് നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1000-2000 ഡിസൈനോളം ഉണ്ട്. 1000-2000 പീസൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കസ്റ്റമർക്ക് എങ്ങനെ നമ്മൾ ഫോട്ടോസ് ആയിട്ട് അയച്ചു കൊടുക്കും. സ്ഥിരം കസ്റ്റമേഴ്സ് ആണോ അതോ? സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, റിപ്പീറ്റ് എടുക്കുന്നവരുണ്ട്. ചിലപ്പോ ആദ്യം ഒരു പീസ് എടുത്ത് നോക്കും, നമ്മുടെ ക്വാളിറ്റിയും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പിന്നീട് കൂടുതൽ എടുക്കാം. ഓൺലൈൻ പർച്ചേസ് അല്ലാതെ ഉള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു. അതല്ലാണ്ട് നമുക്ക് വെബ്സൈറ്റും കൂടി ഉണ്ട്. വെബ്സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇപ്പൊ കസ്റ്റമർക്ക് കുറച്ചും കൂടി ഇപ്പൊ എല്ലാവരും IT ഫീൽഡും ഇതൊക്കെ ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഐറ്റം വേണം. പക്ഷെ അവർക്ക് ചാറ്റ് ചെയ്യാനും ഒന്നിനും സമയം ഉണ്ടാവില്ല. ചാറ്റ് ചെയ്യാനും ഇതിനൊക്കെ സമയമുള്ളവർക്കാണ് വാട്സാപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ഓൺലൈനായിട്ട്. ഇതുകൂടാണ്ട് വെബ്സൈറ്റ് വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. നോർമലി ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും. അതിൽ നമുക്ക് എത്രയാണോ ഷിപ്പിംഗ് ചാർജ് എല്ലാം അതിൽ തന്നെ വരും. ബില്ലടക്കം ഇതായി പെർഫോമർക്കും കറക്റ്റാക്കി വരും. അപ്പൊ എന്നിട്ട് പാക്ക് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്
പോയിക്കോളും. നമുക്ക് ഈ നമ്മൾ അയക്കുന്ന കൊറിയറിന് എക്സ്ട്രാ ചാർജ് ആണോ ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് വരും. ഷിപ്പിംഗ് ചാർജ് 60 രൂപ, ഒരു പീസ് ആകുമ്പോൾ 60, 80 ദൂരത്തിനനുസരിച്ചുള്ള വെർഷൻ ആണ്. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ കസ്റ്റമറോട് പറയും. നമുക്ക് ഇന്റർനാഷണലും വരുന്നുണ്ടല്ലോ. നമ്മുടെ ശരിക്കും ഒരു പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 400 രൂപയുടെ ഒരു ഐറ്റം ആണ്. ആ ഐറ്റം നമ്മൾ ഷിപ്പിംഗ് ചെയ്യാൻ വേണ്ടിട്ട് 1300 രൂപയാണ് വാങ്ങിച്ചത്. ഞങ്ങൾക്ക് ആകെ സങ്കടമായി. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപയുടെ പ്രോഡക്റ്റ്, പക്ഷെ നമ്മുടെ ഐറ്റം തന്നെ വേണം പറഞ്ഞിട്ട് കസ്റ്റമർ ദുബായിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അയച്ചു കൊടുത്തു. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. എന്നാലും ഇത്രയും ഷിപ്പിംഗ് ചാർജ് നമുക്ക് കിട്ടുന്ന ചെറിയൊരു 20 രൂപ, 30 രൂപ, 40 രൂപ അത്ര തന്നെ പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷെ ഇത് ഷിപ്പിംഗിലാണ് കൂടുതലും പോകുന്നത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കസ്റ്റമറോട് ഓരോ കസ്റ്റമറോടും പറയും, മാം നിങ്ങൾ ഒരു പീസായിട്ട് എടുക്കണ്ട, കുറച്ച് പീസായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കുറവ് വരും. അവരെത്രയാണ് പറയുന്നത് അതാണ് ഞങ്ങൾ വാങ്ങിക്കാം. അതിന്റെ ബില്ലടക്കം ഞങ്ങൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. ഇത്ര രൂപ ആണ് ഷിപ്പിംഗ് പറഞ്ഞിട്ട് അയച്ചു കൊടുത്താണ് ചെയ്യാറ്. ഇതാകുമ്പോൾ വെബ്സൈറ്റിലാവുമ്പോൾ ഇതിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഒരു സെറ്റിൽമെന്റ് പറഞ്ഞു ഇത്ര വെയിറ്റ് ഉണ്ട്, അതിന് ഇത്ര രൂപ, ഇതിന് 5 പീസ് ആകുമ്പോൾ ഇത്ര രൂപ വരും. ടൈമില്ലാത്ത ആൾക്കാർക്ക്. അതെ. അതാകുമ്പോൾ വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ തന്നെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിലിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഓർഡർ വരുന്നുണ്ട്. നല്ല സപ്പോർട്ട് ഉണ്ട് കസ്റ്റമർ ഭാഗത്തുനിന്ന്. അപ്പൊ എന്തായാലും അതും കൂടി തുടരുന്നുണ്ട്. ഞങ്ങളിപ്പോ ടോട്ടലി 4 പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹോൾസെയിൽ, ഞങ്ങൾ ആദ്യം മുതലേ ഹോൾസെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കസ്റ്റമർക്ക്, റീറ്റെയിൽ കസ്റ്റമർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഓൺലൈൻ സർവീസ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. ഈ 4 പ്ലാറ്റ്ഫോമുകൾ ഇപ്പൊ ചെയ്തു. എന്തായാലും അടിപൊളിയായിട്ട് ഓണൊക്കെ പോട്ടെ. ഷോപ്പിംഗ് ഒക്കെ കുറെ ആളുകൾ വന്നിട്ട് ആവട്ടെ. അങ്ങനെ ആശംസിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉണ്ട്. എന്തായാലും ഹാപ്പി ഓണം എല്ലാവർക്കും. ARന്റെ കൂടെ ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയതിൽ സന്തോഷം. സത്യം പറഞ്ഞാലേ വസ്ത്രങ്ങളുടെ ഒരു ലോകത്ത് വന്നിട്ട് തിരിച്ചു പോകാൻ ഒരു മനസ്സ് അനുവദിക്കുന്നില്ല. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം കൂടി എടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അഫോർഡബിൾ റേറ്റ് ആണ്. എല്ലാവരും ARനൊപ്പം ഓണം ആഘോഷിക്കുക. എല്ലാവരും എത്താം. അടിപൊളി കളക്ഷനാണ്. അടിപൊളി ഷോപ്പിംഗ് അനുഭവമായി തിരിച്ചു പോകാം.